ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഈസി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് സവാള വഴറ്റിയെടുക്കാം. ഇനി സവാള നന്നായി വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഞാനിവിടെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് നന്നായി ഇളക്കി ഇനി കറിക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കറി നമുക്ക് നീട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി നന്നായി തിളച്ച് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എല്ലാം ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് 1ാം പാൽ ചേർക്കുക എന്നുള്ളതാണ്. 1ാം പാൽ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല. കൈ എടുക്കാതെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. കറി ഒന്ന് ചൂടായി വരണം, പക്ഷേ തിളച്ചു പോകരുത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ ചേർത്തേക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്